ഹലോ ഗൈസ്, നമസ്കാരം, മനവരക്കും വണക്കം. വെൽക്കം ബാക്ക് ടു ബാൾട്ട് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. യെസ്, ലാലേട്ടൻ തന്നെയാണ് നമ്മുടെ വിഷയം. ലാലേട്ടൻ വിഷയമായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും വേണ്ട. എന്നാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, അത് കണ്ടപ്പം മുതൽ ആ ഒരു ഫോട്ടോ ഇട്ട മുതൽ ലാലേട്ടനെ കുറിച്ചുള്ള ഭയങ്കരമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും. പുതിയ ലുക്കിലാണ് ലാലേട്ടൻ, പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നു, ആ ചിരി, കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ ഇതാണ് ഈ ഫോട്ടോ. നിങ്ങൾ എല്ലാവരും പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. 2-3 ദിവസമായി വന്നിട്ട് ഇത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിയെ. ലാലേട്ടൻ താടി എടുക്കാത്ത ലാലേട്ടൻ ഇതിപ്പോ താടിയൊക്കെ ട്രിം ആയത് സെറ്റായിട്ട് ആ ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്ന സമയത്ത് അന്യായ ലുക്ക്. ആൻഡ് എവിടെയൊക്കെയോ യെസ്, നമ്മുടെ ആ പഴയ ലാലേട്ടൻ, ആ വിന്റേജ് ലാലേട്ടന്റെ ആ ഒരു ചിരി, ആ മുഖത്ത് വരുന്ന ഒരു ആ തുളുമ്പുന്ന ഒരു മുഖമുണ്ടല്ലോ, ആ മുഖത്തിന്റെ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ട് ലാലേട്ടന്. അതൊക്കെ തിരിച്ചു വരുന്നത് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് തന്നെയാണ് നമ്മുടെ വിഷയം. ഇത് ലാലേട്ടന്റെ പുതിയ പടം ഹൃദയപൂർവ്വം, നമ്മുടെ 10 വർഷത്തിന് ശേഷം സത്യനന്ദിക്കാടുമായിട്ട് ലാലേട്ടൻ കൈ കോർക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് ചിത്രങ്ങൾ സത്യനന്ദിക്കാടിന്റെ ആ ഒരു പീക്ക് ടൈമിൽ, പ്രൈം സത്യനന്ദിക്കാടിന്റെ കൂടെ ഒരുപാട് ചിത്രങ്ങൾ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ. അതായത് ലാലേട്ടന്റെ കരിയറിൽ നമുക്കൊന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ. ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണക്കാരനെ എപ്പോഴും ഒരു കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകത ഒരു രസമാണ്. അപ്പൊ അത്രയുള്ള സാധാരണ കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ട് ലാലേട്ടനും സത്യനന്ദിക്കാടും, നമ്മൾ നാടോടിക്കാറ്റൊക്കെ സത്യനന്ദിക്കാടിന്റെ ഭയങ്കര ബ്രില്യന്റ് ആയ ഒരു റൈറ്റിംഗ് ആണ്. ശ്രീനിവാസന്റെ കയ്യൊപ്പും കൂടെ ഉണ്ട്. സത്യനന്ദിക്കാടും ശ്രീനിവാസനും അവരൊക്കെയാണ് ഒരു ടീം. മോഹൻലാലും അങ്ങനെയൊക്കെ ഒരു ടീം. ഒരുപാട് കഥാപാത്രം, ഒരുപാട് നല്ല 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 സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ടീമാണ്. സോ അവരൊപ്പം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കൈകോർക്കുന്നുള്ളൊരു ഭയങ്കരമായ ഒരു സന്തോഷ വാർത്തയുണ്ട്. അപ്പൊ ഈ ഒരു ഏപ്രിലിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഹൃദയപൂർവ്വം എന്നുള്ള ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ലാലേട്ടന്റെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ അവതാരം. സോ ഇതിന്റെ പൂജാ വർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പൂജാ വർക്ക് ആശീർവാദ് സിനിമാസ് ആണ് പ്രൊഡക്ഷൻ. സോ അതിന്റെ ഒരു മിനിറ്റ് വീഡിയോ അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈ ലുക്കും ലാലേട്ടൻ എൻട്രി ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അതൊന്ന് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാണ്ട് നമുക്ക് സംസാരിക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ലാലേട്ടന്റെ ആ ലുക്കാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ആരായിരിക്കും സത്യനന്ദിക്കാടെത്തി? ഓ, സിദ്ദിഖൊക്കെ ഉണ്ട്. ഇയാളുണ്ടാ ആറാട്ട് ഉണ്ണികൃഷ്ണൻ. ആ അന്റെ പെരുമാറത്തി. നെക്സ്റ്റ് ഹിയർ ഹി കംസ്. യെസ്. ഓ, ആ ഒരു സ്മൈല് കണ്ട, ആ ഒരു സംഭവം കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള ആ ഒരു സ്മൈല് കണ്ട, ഈ സ്മൈലാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്, പല ഇൻസ്റ്റയിൽ കണ്ട ഒരു സംഭവം, ആ ഒരു സ്മൈൽ അന്യായമാണെന്ന ആ ഒരു വിന്റേജ് ലാലേട്ടൻ. ലെറ്റ്സ് സ്റ്റാർട്ട്. പ്ലസന്റ് ലുക്ക് മാൻ. ഭയങ്കര സന്തോഷത്തിലാണ് മൂപ്പര്. പ്ലസന്റ് ലുക്കാണ്. ആ ലൈറ്റ് ഷെയ്ഡുള്ള ഗ്ലാസ് ഒക്കെ നന്നായിട്ട് അങ്ങനെ ചേരുന്നുണ്ട്. ലാലേട്ടനെ കണ്ടു നിൽക്കാനും നല്ല സ്ട്രെസ്സല്ലേ. എല്ലാവരും ഫുൾ ടീമുണ്ട്. യെസ്, ആശീർവാദ് സിനിമാസ്. അത്രേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു പൂജന്റെ ചെറിയൊരു ഗ്ലിംസ് ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായത് ലാലേട്ടന്റെ എൻട്രി, ലാലേട്ടന്റെ ലുക്ക് കാണിക്കാനാണ് നമ്മളിത് കാണിച്ചത് അല്ലെങ്കിൽ കണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ വിന്റേജ് ലാലേട്ടന്റെ നമുക്ക് ആ മിസ്സായി പോയ ഒരു സ്മൈലൊക്കെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രോഡാഡിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, ബ്രോഡാഡിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ആ മൂപ്പര് ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീല്, ആ പണ്ടത്തെ ക്യൂട്ട് സ്മൈൽ ഉണ്ടല്ലോ മൂപ്പര്, അത് നമുക്ക് മിസ്സാവുന്നുണ്ടായിരുന്നു ആ തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സിനിമകളിലൊക്കെ, ഇട്ടിമാണി, അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചെയ്ത സർജറിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ താടിയൊക്കെ വെച്ച് കുറെ സിനിമകൾ ചെയ്ത് അവസാനം ആദ്യമായിട്ടാണ് എനിക്കൊന്ന് 1.5 വർഷം 2 വർഷത്തിന് 3 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഫുൾ താടി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു കഥാപാത്രം കൊണ്ട് താടി ട്രിം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, നേരത്തെ ആ ഒടിയൻ സ്റ്റൈലിലേക്ക് തന്നെ പോവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ ഭയങ്കരമായിട്ടൊരു ആ ഒരു മുഖത്തത് കാണാൻ പറ്റുന്നുണ്ട്. പ്ലസന്റായ മുഖം, ഹാപ്പി ആയിട്ടുള്ള മുഖം കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു ഹാപ്പി ന്യൂസ് ആണ്. ആസ് എ ഫാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസിനെ സംബന്ധിച്ചുള്ള, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചു ഇത് ഭയങ്കര ഒരു നൈസ് ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ആൻഡ് അദ്ദേഹം ഭയങ്കര പ്ലസന്റ് ആണ്, അല്ലെ, ഹാപ്പിയാണ്. ആ ചിരിക്കുമ്പോഴൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു
സത്യനന്ദിക്കടുമായി കൈകോർക്കുന്ന ഈ പടം എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൈകോർക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും ഈ സിനിമയിൽ. അതേപോലെ അദ്ദേഹത്തിന്റെ സത്യനന്ദിക്കാടിന്റെ മകനും 2 മക്കള് ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ, അനിൽ സത്യനന്ദിക്കാട്, അങ്ങനെ അറിയില്ല, പേര് എനിക്ക് ഓർമ്മയില്ല. മൂപ്പരും കൂടി ഇതിന്റെ സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലൊക്കെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു മൂപ്പര് നല്ല, സത്യനന്ദിക്കാട് മോശം എന്നല്ല. അപ്പൊ അവരെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരു നല്ലൊരു കോമഡി ട്രാക്ക്, ഒരു ഫാമിലി സംഭവം തന്നെ ആയിരിക്കും. സ്ഥിരം സത്യനന്ദിക്കാടിന്റെ ഒരു പ്ലോട്ട് ഉണ്ട്. അപ്പൊ അതില് ഇപ്പോഴത്തെ കുറച്ച് സംഭവങ്ങളും കോമഡിയും ആ ഫാമിലിനെ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവന്നാൽ യെസ് നല്ലൊരു സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഹിറ്റ് കാണാൻ പ്രതീക്ഷിക്കാം. ഹിറ്റ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏപ്രിലാണ് റിലീസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ ഒരു വെക്കേഷൻ ടൈമാണ്. സോ ഫാമിലീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീ കുടുംബ പ്രേക്ഷകരെ, ഫാമിലി ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് കണ്ടുകൊണ്ടിട്ടായിരിക്കും ഹൃദയപൂർവ്വം ഇറങ്ങുന്നത്. ഏതായാലും ലാലേട്ടന്റെ ഒരു നല്ലൊരു കഥാപാത്രം, നല്ലൊരു ആ ഒരു എഗെയിൻ നമ്മൾ ആ പണ്ടത്തെ ലാലേട്ടൻ ഞാൻ വീണ്ടും പറയുന്നത്, അത് അത്തരത്തിലുള്ള ഒരു കഥാപാത്രം വരാണ്ട് ഭയങ്കര ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. ആ പണ്ടത്തെ ആ ചിരിയും ആ കളിയും രസമുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ലാലേട്ടൻ്റെ, അതൊക്കെ ഒന്ന് സ്ക്രീനിൽ കാണാനുള്ള ഒരു കൊതിയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യാം. ഹൃദയപൂർവ്വം സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഏപ്രിൽ വരെ നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടന്റെയും സത്യനന്ദിക്കാടിന്റെയും ഹൃദയപൂർവ്വം എന്ന സിനിമ ജനങ്ങൾ, നമ്മുടെ എല്ലാവരും പ്രേക്ഷകർ ജനഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. പുതിയ അപ്ഡേറ്റുകൾ വരട്ടെ. So that's it guys from my side, and thank you so much for being there, and keep watching guys, keep supporting, and remember the name guys is Bald and Beard Reacts.